കണ്ണൂരിൽ നമ്മൾ ഒരു യാത്ര പോയിരുന്നു. കണ്ണൂരിലെ ദേവീക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ മാമാനിക്കുന്ന്, മാടായിക്കാവ്, കളരിവാതുക്കൽ ഭഗവതി ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദർശനം നടത്തി. അപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ, എൻ്റെ വീട് കൊടുങ്ങല്ലൂർ അമ്പലത്തിനടുത്താണ്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് അതേ ഒരു എനർജിയാണ് നമുക്കവിടെ ഫീൽ ചെയ്തത്. ക്ഷേത്രപാലകരുണ്ട്, അതേ സപ്തമാതുക്കൾ, അത്തരം ഒരു സംവിധാനം തന്നെയാണ്. പക്ഷേ എല്ലാം ഓരോന്നിനൊന്ന് മികച്ച രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ഏതായാലും കണ്ണൂരിലുള്ള മറ്റുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രം, പിന്നെ പറശ്ശിക്കടവ് മുത്തപ്പൻ, അതുപോലെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോയിരുന്നു. പെർളശ്ശേരി മുരുകൻ്റെ അമ്പലം, പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ടല്ലോ, അവിടെ പോയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു. കണ്ണൂരിലേക്കുള്ള ആ യാത്രയിൽ വളരെ വ്യത്യസ്തമായൊരു അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ കണ്ണൂരിൽ നമ്മളെ 2 വനിതകൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊരു ചെറിയ വീഡിയോ ചെയ്തു. അപ്പോൾ എല്ലാം വളരെ ഹൃദ്യമായ അനുഭവങ്ങളായിരുന്നു. പിന്നെ ഏതാനും ആളുകൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാണണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനുള്ള ഒരു സമയം ഉണ്ടായില്ല. കാരണം കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. 8 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ കംപ്ലീറ്റ് അമ്പലങ്ങളും കവർ ചെയ്യുന്നുള്ളതാണ്. വെളുപ്പിന് ഇറങ്ങി രാത്രി വളരെ രാജരാജേശ്വരി ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം, അവിടെ വരെയൊക്കെ പോയി. അപ്പോൾ നല്ലൊരു അനുഭൂതിയാണ്, നല്ലൊരു ഫീലിംഗാണ്. അപ്പോൾ മടങ്ങി വന്നു. വീണ്ടും നമ്മുടെ മഹാകാളി പ്രോഗ്രാം ഹീലിംഗ് പരിപാടിയായിട്ട് വീണ്ടും സ്റ്റാർട്ടായി. അപ്പോൾ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കണ്ണൂരിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തലക്കാവേരി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തലക്കാവേരി അവിടെ പോയിട്ടൊന്നുകൂടി വേറെ നമ്മുടെ 1-2 ആളുകളുണ്ട്, അവരെ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് സ്നാനം ചെയ്യിക്കണമെന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിനിടയിൽ കുറച്ച് നല്ല നല്ല അനുഭവങ്ങൾ ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്ര നാളും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസമൊക്കെ കഷ്ടിയായിട്ടുണ്ടാവുമെന്ന് തോന്നണം. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വീഡിയോകളിലൊക്കെ. അപ്പോൾ അത് നല്ല നല്ല കുറേ അനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുഭവങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. കാരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന ആ ഒരു കാര്യങ്ങൾ പ്രാക്ടിക്കലാണ് അല്ലെങ്കിൽ പ്രയോജനം കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുതിരയുടെ ഒരു ഫോട്ടോൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്ന രീതിയിൽ 7 കുതിരകളുടെ ഫോട്ടോ വയ്ക്കുന്ന ഒരു ചെറിയ വീഡിയോ. അവിചാരിതമായിട്ട് പറശ്ശിനിക്കടവ് വെച്ച് ഞാൻ കണ്ടതാണ് ഈ ഫോട്ടോ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ചുമ്മാ തോന്നിയതുകൊണ്ട് മാത്രം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടാണ്. അത് കണ്ടിട്ട് കുറേ പേര് ഈ ഫോട്ടോ വീട്ടിൽ വെക്കുകയും കുറേ ആളുകൾക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. എടുത്തു പറയേണ്ടത് ഒരു 2 വർഷത്തോളം ആയിട്ട് കിട്ടാനുണ്ടായിരുന്ന ഒരു വലിയൊരു എമൗണ്ട് ഒരാൾക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ആ കാശ് കടം കൊടുത്താണ്. പക്ഷേ അത് പല പ്രാവശ്യം ചോദിച്ചിട്ടും അയാളത് തിരിച്ചു കൊടുത്തില്ല. പക്ഷേ ഈ ഫോട്ടോ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പൈസ കടം മേടിച്ച ആൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പോയി സന്തോഷമായി. കാരണം ഒരു ചെറിയ 150 രൂപയുടെ കാര്യമുള്ളൂ, 100-150 രൂപ മുടക്കേണ്ട ഒരു കാര്യമുള്ളൂ. വലിയ ലക്ഷങ്ങളുടെ വഴിപാടൊന്നുമല്ല, ചെറിയൊരു സാധനം. ഒരു ഫോട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്തോരം ഫോട്ടോ വീട്ടിലിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ വീഡിയോ വന്നപ്പോൾ അതിനകത്ത് 1-2 നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 കമൻറ്റൊക്കെ കണ്ടായിരുന്നു. ഞാൻ കമൻറ്റുകളൊന്നും നോക്കാറില്ല, സമയം കിട്ടാറില്ല. അന്ന് ആ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എത്രയോ ഫോട്ടോകൾ നമ്മുടെ വീട്ടിൽ വെറുതെ പൊടിയും പിടിച്ച് വീട്ടിലിരിക്കുന്നു അല്ലേ. ഇപ്പോൾ ഭഗവാന്മാരുടെ ഫോട്ടോ നമ്മൾ വെക്കുന്നു, അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ വെക്കുന്നു. നമ്മുടെ മുത്തച്ഛൻ്റെയും അവരുടെ മുത്തച്ഛൻ്റെയൊക്കെ ഫോട്ടോ ഇരിക്കുന്ന ആളുടെ വീടുകളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം പൊടിയും പിടിച്ചോണ്ടിരിക്കും. പക്ഷേ ഒരു ഫോട്ടോ 150 ഒരു 7 കുതിരയുടെ ഫോട്ടോ വെക്കുന്നതിൽ എന്താണ് ഈ കമൻ്റ് ഇടുന്നവർക്ക് അതിനോടുള്ള അലർജി എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വല്ല കുഴപ്പമുണ്ടോ? ഒരു ഫോട്ടോ വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഗുണം കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അല്ലേ. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിപ്പോയി. എന്തായാലും അത് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിന്ന് അറിഞ്ഞതിന് വളരെ സന്തോഷം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വേറൊരു ടിപ്പ് ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടൊന്നും പറയാം. ഈ മണി ബ്ലോക്കുള്ള ആളുകൾക്ക് ഈ മണി ബ്ലോക്ക് മാറാനായിട്ട് ഒരു ടെക്നിക്കുണ്ട്.
കേൾക്കുമ്പോൾ ഇതും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് ചുമ്മാ ഒരു ആളെ ചുറ്റിക്കാനുള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ ചെയ്ത് പരീക്ഷിച്ച സംഭവമാണത്. പണ്ട് ഇതുപോലെ എനിക്ക് എൻ്റെ കയ്യിൽ ഒരുപാട്, ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല, എൻ്റെ കയ്യിലും സാമ്പത്തികമായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യമൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പൈസ ഒന്നും ബിസിനസ്സൊക്കെ ചെയ്തൊന്നും ഒന്നും വിജയിക്കാത്തൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. പല ബിസിനസ്സും ചെയ്തിട്ടുണ്ട്, ഞാൻ ഒന്നും വിജയിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ഉന്തി തള്ളി സ്പിരിച്വൽ പാതയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബിസിനസ്സുകാരനായി പണക്കാരനായി പോയാൽ ഞാൻ ഈ പാതയിലേക്ക് വരത്തില്ല അല്ലേ. അതുകൊണ്ട് ദേവി തന്നെ എന്നെ ആ ബിസിനസ് എല്ലാം പൊളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നാണെന്നുള്ളതാണ് വാസ്തവം. അതൊരു റിയാലിറ്റിയാണ്. അത് പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇപ്പോൾ സ്പിരിച്വൽ പാതയിൽ ഞാൻ നല്ലൊരു ലെവലിലേക്ക് എത്തിയെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. എപ്പോഴും ഹാപ്പിനെസ്സും ലവ് എനർജിയൊക്കെ എനിക്ക് എപ്പോഴും സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ കാണുന്ന സ്പിരിച്വാലിറ്റി തന്നെയുള്ളത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്കൊരാൾ പറഞ്ഞു തന്നൊരു ടെക്നിക്കാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന ആക്ച്വലി അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്ത്, അന്ന് ഞാൻ റേക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. അന്ന് നമ്മൾ ഈ മഹാകാളി ഹീലിംഗ് ഒന്നും എൻ്റെ ഇല്ല, റേക്കിയാണ്. അപ്പോൾ അത് അദ്ദേഹം വന്ന് ഇതെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി. അദ്ദേഹത്തിൻ്റെ ഒരു ഏഞ്ചലിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു, ഏഞ്ചലിൻ്റെ പ്രസൻസുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ഏഞ്ചൽ അദ്ദേഹത്തിനോട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ആളുടെ വീടുകളിലൊക്കെ പോകും, ആളുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പ്രശ്നം പറഞ്ഞു കൊടുക്കും. പക്ഷേ പുള്ളിക്ക് പ്രശ്നമുണ്ട്, പുള്ളി നെഗറ്റിവിറ്റി വേഗം വലിച്ചെടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ എവിടെയോ സ്ഥലത്ത് പോയപ്പോൾ, എവിടെന്നോ വീട്ടിൽ പോയി പ്രശ്നം പറയാൻ പോയപ്പോൾ ഇതേപോലെ അവിടുത്തെ നെഗറ്റീവ് ഇയാളുടെ മേത്ത് കയറി. അതെന്തൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരെ പ്രാർത്ഥിച്ചിട്ടൊന്നും പോകാണ്ടായപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന്, അന്ന് ദൈവാദിനം കൊണ്ട് എനിക്കത് മാറ്റി കൊടുക്കാൻ പറ്റി. ഞാൻ ഹീലിംഗ് കൊടുത്ത് മാറി. അപ്പോൾ അതിൻ്റെ സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാൻ അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ സ്പിരിച്വാലിറ്റിയിൽ ഒരു ഉയർന്ന തരത്തിലോട്ട് നല്ലൊരു തരത്തിലേക്ക് ഉയർന്നു വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ചിരിച്ചു. കാരണം നമ്മൾ കുറേ കാലമായി ഈ പണി കൊണ്ടിരിക്കുന്നത്, പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ഉയർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, അതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അദ്ദേഹം പിന്നെ വേണ്ടാത്ത കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് സാമ്പത്തികമായ കുറച്ച് മണി വരാനായിട്ട് തടസ്സങ്ങളുണ്ട്, അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, കുറച്ച് ഗപ്പിയുടെ കുഞ്ഞുങ്ങൾ, ഒരു 3 ജോഡി ആണും പെണ്ണുമായിട്ട് 3 ജോഡി ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്താൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനപ്പോൾ കേട്ടപ്പോൾ ഒന്ന് ചിരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിരിക്കണ്ട, നിങ്ങൾക്കൊരു 10 രൂപ കൊടുത്താൽ ഒരു ജോഡി ഗപ്പിനെ കിട്ടും, 30 രൂപയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ചിരിക്കരുത് എന്ന് പറയും. അതവിടെ ഒരു ടാങ്കിലേക്ക് ഇട്ടോളൂ, വടക്കിഴക്കേ മൂലയിൽ എവിടെയെങ്കിലും ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അവിടെയാണ് നല്ലതെന്നാണ് പുള്ളി സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഇട്ടത് വടക്കിഴക്കേ മൂലയിലല്ല, എൻ്റെ വീട്ടിൽ വേറെ വീടിൻ്റെ പുറയിൽ ടാങ്ക് ഉണ്ടായിരുന്നു, പടിഞ്ഞാറ് ഭാഗത്ത്, അവിടെയാണ് ഞാൻ ഇട്ടേട്ടാ. ഞാൻ നോക്കിയില്ല, ചുമ്മാ അദ്ദേഹം പറഞ്ഞല്ലേ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഇത്രയും വലിയൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ വാക്കുകൾ തള്ളിക്കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാനത് എന്ത് ചെയ്ത് 3 ജോഡി ഗപ്പിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ടു. അപ്പോൾ ഗപ്പിന് ഇട്ട് കഴിഞ്ഞപ്പോൾ ഡെയിലി ഒരു കൗതുകം നമ്മുടെ ഉള്ളിൽ, ഒരാൾ പറഞ്ഞേക്കല്ലേ പൈസ ഉണ്ടാവുമെന്ന്. അങ്ങനെ അതിൻ്റെ ഫീഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് തിരിച്ച ഫീഡ് ഞാൻ ഡെയിലി പോയി കൊടുക്കും, എല്ലാ ദിവസവും രാവിലെ പോയിട്ട്. അപ്പോൾ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമായിട്ട് പറയും, എല്ലാ ദിവസവും രാവിലെ പോയിട്ട് അത് തീറ്റ കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് മടുത്ത്, എല്ലാ ദിവസം പോകണ്ടേ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞ്, ഇന്ന് പോലെ തീറ്റ കൊടുത്തോളാൻ പറഞ്ഞു. ഭാര്യ കൃത്യമായിട്ട് ചെയ്യട്ടോ, കാര്യം ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യാനാണ്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇത് കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ ഗപ്പിക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമ്മളതിനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതിനകത്ത് ബ്രീഡ് ചെയ്ത് കുട്ടികളായി, ഇങ്ങനെ ഒരുപാട് കുട്ടികളായി വന്ന് പിന്നെ അത് ബ്രീഡ് ചെയ്യുന്നു, വലുതാവുന്നു, പിന്നെ അതിന് കുഞ്ഞുങ്ങൾ വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അന്ന് എനിക്കിവിടെ ബിസിനസ് ഉണ്ട്, എനിക്കിവിടെ ഒരു ലോഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ ലോഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് പടന്നെങ്കിലും ബിസിനസ് ഉണ്ടായിരുന്നില്ല, ബിസിനസ് വളരെ കുറവായിരുന്നു. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലോഡ്ജിൽ ആളൊഴിയാറില്ല, എല്ലാ റൂമും എല്ലാ ദിവസവും ഫുള്ളായിരിക്കും. അതെനിക്ക് ഭയങ്കര അത്ഭുതകരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത് പിന്നീട് കാലങ്ങളോളം ഗപ്പി കുഞ്ഞുങ്ങൾ ഇന്നും എൻ്റെ വീട്ടിൽ ഗപ്പിയുണ്ട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ പിന്നീട് മാറ്റി. ഞാൻ ഈ വാസ്തുശാസ്ത്രമൊക്കെ കുറച്ച് ഒരാളത്ത് ചോദിച്ച് മനസ്സിലാക്കി. എൻ്റെ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരു പുള്ളിക്കാരനുണ്ട്, ഞാൻ അതിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. കുറേ ആക്യുറേറ്റായിട്ട് നമ്മുടെ വീട്ടിലെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ വടക്കൻ പറവിലുള്ള ഒരു ഹരിദാസ് എന്നുള്ള പേര്. അദ്ദേഹത്തിന് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഞാനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുമ്പോൾ നമ്മൾ കേട്ടിട്ട് പഠിക്കണതാണ്. അപ്പോൾ ഈ വടക്ക് കിഴക്കേ മൂലയിലാണ് നമ്മുടെ ജലം വരേണ്ടതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് ഞാനൊരു 9 ടാങ്ക് വെച്ചിട്ട് 9 കളറിലുള്ള ഗപ്പിനിട്ട്
പല പല ഡിസൈൻ പല പല ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഗപ്പികളെ കൊണ്ടുവന്നിട്ട്, പക്ഷേ അതെല്ലാം ബ്രീഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്നും എൻ്റെ ടാങ്കുകളിൽ അതായത് വൈഫ് എന്തോ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്, പക്ഷേ അതിപ്പോഴും ഗപ്പിയുണ്ട്. അത് ഇന്നും എൻ്റെ വീട്ടിലുണ്ട് ഗപ്പി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് പരീക്ഷിക്കാവുന്ന കാര്യമാണ്. ആരും കളിയാക്കൊന്നും വേണ്ട, നിങ്ങൾ ചെയ്ത് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ പറഞ്ഞാൽ മതി. ഇത് എൻ്റേത് കണ്ടിട്ട് ഇത് ചെയ്ത് കണ്ടിട്ട് എൻ്റെ ബ്രദർ കൊണ്ടുപോയി ഗപ്പിന ഇവിടെ നിന്ന്. പുള്ളിക്ക് ഇതുപോലെ തന്നെ പുള്ളിയുടെ മുറികൾ കടമുറികൾ പോവാണ്ടിരുന്ന കടമുറികൾ എല്ലാ കടമുറികൾക്കും ആൾ വന്ന് പുള്ളിക്ക് സാമ്പത്തികമായ ഗുണങ്ങളുണ്ടായി. പിന്നെ വേറെ എൻ്റെ 2-3 ബന്ധുക്കൾ ഇതുപോലെ തന്നെ ഇത് കണ്ടിട്ട് ഈ ഗപ്പീനെ കൊണ്ടുപോയിട്ട് അവർക്കും ഇതേപോലെ തന്നെ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻസ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പരീക്ഷിക്കാവുന്ന 2 പോയിൻ്റാണ്. ഒന്ന്, നിങ്ങൾ കുതിരയുടെ ഫോട്ടോ വെക്കുക. രണ്ടാമത്, ഈ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തുക. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പലർക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ആളുകൾ നമുക്ക് പറഞ്ഞു തരില്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് പറഞ്ഞാൽ അവർ പരിഹസിക്കും എന്നുള്ളൊരു സാധനം. രണ്ടാമത്തത്, നമുക്ക് പൈസ വരട്ടെ, എല്ലാവർക്കും അങ്ങനെ വരണ്ടെന്നുള്ള ചില ആളുകളുടെ ചിന്താഗതിയും. പക്ഷേ അത് നിങ്ങൾ ഒന്ന് പരീക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഗുണം കിട്ടുകയാണെങ്കിൽ കുറച്ചാൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ഗപ്പിക്കുഞ്ഞ് ചത്തുപോയാൽ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ചാവുന്നത്. രണ്ടാമത് വീണ്ടും കൊണ്ടുവന്ന് ഇടുക. രണ്ടാമത്തെ കാര്യം, ഈ ഗപ്പിക്ക് തീറ്റ കണ്ടമാനം കൊടുക്കരുത്. വളരെ ചെറിയ മീനാണ്, വളരെ കുറച്ചേ കൊടുക്കാവൂ. ആ കൊടുക്കുന്ന തീറ്റ അത് കഴിക്കാൻ വേണം. അത് കിടന്ന് ചീഞ്ഞാലും ആ വെള്ളം കേടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ആ 2 കാര്യങ്ങൾ. പിന്നെ ഡെയിലി വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല. അതിൽ പായലുകൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ, സൂര്യപ്രകാശം കൊടുത്ത് വെക്കുകയാണെങ്കിൽ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല, പായലുകൾ കിട്ടും. പിന്നെ ഒരുപാട് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെക്കുകയും ചെയ്തത് വെള്ളം ചൂടായിട്ട് ഇമ്മി ചത്തു. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അതൊന്ന് പരീക്ഷിക്കുക. ആ കാര്യം ചെയ്തിട്ട് ഗുണം കിട്ടുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. വളരെ സന്തോഷമാണ് എനിക്ക് കേൾക്കാനായിട്ട്. കാരണം നമ്മളിത് ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ട് ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം എനിക്ക് വേറെ ഇല്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.